ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലിപ്പൻ ആർട്ട് വർക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് സാധാരണയായിട്ട് യൂസ് ചെയ്യൽ MDFിൻ്റെ ബോർഡൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമുക്ക് കേക്ക് ബോർഡ് ഉണ്ടെങ്കിലും ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ലിപ്പൻ ആർട്ടിൻ്റെ ഒരുപാട് ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നുന്ന ഡിസൈൻ സെലക്ട് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ്. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാക്കിൽ നമുക്ക് 2 കോമ്പൗണ്ട് ഉണ്ടാവും, റെസിനും ഹാർഡനറും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുമ്പോൾ രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാക്കിൽ നിന്ന് ശരിക്കും ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമ്മൾ ഈ ക്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബേബി പൗഡറോ ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്ലേന്ന് ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്ക് ഒരു ചെറിയൊരു തിക്നെസ്സിൽ റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ക്ലേ ഇതുപോലെ നമ്മളെ ഡിസൈനിലേക്ക് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി, ഫെവിക്കോളോ ഇത് വൈറ്റ് ഗ്ലൂ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് നമ്മൾ ക്ലേ ഇതുപോലെ നമ്മൾ ഡിസൈനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ക്ലേ യൂസ് ചെയ്യുന്നതിൻ്റെ പകരം വേണമെങ്കിൽ നമ്മൾ വോൾപുട്ടിയും അതുപോലെ ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് കോണിലാക്കിയിട്ട് ഈ ഡിസൈനിൻ്റെ പുറത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഡിസൈനൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ക്ലേ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഉറപ്പൊന്നും ഒരു വോൾപുട്ടി യൂസ് ചെയ്താൽ നമുക്ക് കിട്ടൂല. അത് പെട്ടെന്ന് പൊട്ടി പോകുന്നൊരു പ്രശ്നമുണ്ട്. ഇനി നമ്മൾ ക്ലേ ഒട്ടിച്ചെടുത്തതിൻ്റെ മുകളിൽ ഇതുപോലെ ഡിസൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേ ടൂൾസ് ഒന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഒരു നൈഫ് വെച്ചിട്ടാണ് ഡിസൈൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ലിപ്പൻ ആർട്ട് ശരിക്കും ഗുജറാത്തിലൊരു ട്രഡീഷണൽ ആർട്ട് വർക്കാണ്. അവിടുത്തെ കച്ച് എന്ന പ്രദേശത്തെ ആളുകളാണ് ഈ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം യൂസ് ചെയ്യുന്നത്. അവരുടെ വീട്ടിലെ ഡോറിലും വിൻഡോസിലൊക്കെ അവർ ഈ ഒരു ആർട്ട് വർക്ക് ഹാങ് ചെയ്തിടും. അങ്ങനെ ചെയ്താൽ അവരുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് ക്ഷമയിൽ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ശരിക്കും ഈ ഒരു ക്ലേ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്നത്. കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ആണ്. എന്നാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമ്മൾ ഫൈനൽ ലുക്ക് ശരിക്കും അടിപൊളിയായിരിക്കും. ഇപ്പം ഞാൻ ക്ലേ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു വർക്ക് ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഈ ക്ലേ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്തെടുക്കാനായിട്ട്. ഞാൻ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു പേൾ കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ശരിക്കും നമുക്ക് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്ലേയും അതുപോലെ കുറച്ച് മിറേഴ്സും പിന്നെ പെയിൻറ്റും ആണ് വേണ്ടത്. ഇപ്പോൾ ഞാനിത് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിറേഴ്സാണ്. നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മിറേഴ്സാണ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ മിറേഴ്സ് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ മിറർ ഫാബ്രിക്കിൽ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നമുക്ക് ഏത് വൈറ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മിറേഴ്സൊക്കെ വെച്ച് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് ഏതൊക്കെ ഡിസൈൻ മാച്ച് ആവുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ ഇതാ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.